ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റവ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നെയ്യ് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് എന്നിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഇനിയിപ്പോൾ ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി അതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കാം. കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ അതാ ആ പാനിൽ നിന്ന് റവ ഒന്ന് മാറ്റി കൊടുത്ത് ആ പാൻ തന്നെ വെച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ഏലക്കായും കൂടി ഇതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കാം. ഇനിയിപ്പോൾ അതാ പഞ്ചസാര പാവ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതാ നമ്മുടെ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. റവ ചേർത്ത ശേഷം ഈ പഞ്ചസാരപ്പാവ് റവയിലേക്കൊക്കെ ഒന്ന് പിടിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ വളരെ കുറച്ച് വേണം ഇട്ടുകൊടുക്കാൻ. ഇനി കൂടുതൽ നേരമൊന്നും ഇളക്കണമെന്നില്ല. കുറച്ച് ആ പഞ്ചസാരപ്പാവ് ഒന്ന് അതിൽ പിടിക്കണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് കട്ടയായി തുടങ്ങും. അപ്പത്തിന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് കൂടുതലാവാതെ ഇത് കുഴച്ച് ഉരുട്ടിയെടുക്കേണ്ട പാകത്തിന് വേണം പാല് ചേർത്ത് കൊടുക്കാൻ. എനിക്കിവിടെ 1/4 കപ്പ് പാലാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഓരോരുത്തരും കുഴച്ചെടുക്കുമ്പോൾ ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ അതാ ഇതുപോലെ റവ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.